ഈ സിനിമയുടെ ഇടയ്ക്ക് പ്രധാനപ്പെട്ട ഒരു സീനുണ്ട്. അതായത് രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ സംസാരിക്കുന്ന ഒരു കോമ്പറ്റീഷൻ വെളി വരുമ്പോഴാണോ ഇപ്പം മേജർ സീൻസ് ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷെ അതിനകത്ത് സംസാരിക്കുന്ന എലമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. പക്ഷെ ഒരു ഫാമിലി റിലേഷനിലായാലും ശരി, ഒരു മാരേജിലായാലും ശരി, പറയുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കുക, പരസ്പരം അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. ഇത് പറയാൻ കാരണം സിനിമയുടെ എലമെന്റ് ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരു കാര്യങ്ങൾ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഡിവോഴ്സ് ആയതിനു ശേഷം വൈഫിന്റെ വീഡിയോസും ഫോട്ടോസും റിലീസ് ചെയ്തു, സോഷ്യൽ മീഡിയയിൽ റിലീസ് ചെയ്തിട്ട് വൈഫ് ആത്മഹത്യ ചെയ്തു. അപ്പോൾ അതായത് ഇപ്പം ഒരു റിലേഷൻഷിപ്പിൽ പോലും പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തതുകൊണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സിനിമയിലൂടെ വരുമ്പോഴും പ്രത്യേകിച്ച് നമ്മളെ സിനിമ പല മാർഗങ്ങളാണ് സമൂഹത്തിൽ നല്ലത്, ഇതൊക്കെ പറയുമെങ്കിലും ഒരിക്കലും നല്ലത് കണ്ടിട്ടില്ല. ഈ സിനിമയിൽ ഇങ്ങനൊരു മെസ്സേജ് വന്നത് എന്തെങ്കിലും മാറ്റം വരുന്നു വരുന്നുണ്ടോ? തീർച്ചയായിട്ടും സിനിമ കൊണ്ട് ഒരു മാറ്റവും ഇതുവരെ എവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. അതാണ് ആദ്യം പറയാനുള്ളത്. ഈ സിനിമയിൽ ഇപ്പോൾ ഞാൻ ചെയ്ത ആതിര ചെയ്ത പ്രിയ ധന്യ ഇവരുടെ ഈ കോൺവെർസേഷൻ ആണ് ഈ സിനിമയുടെ ഒരു പോയിന്റിൽ അതിനെ ക്ലൈമാക്സിലേക്ക് ഒരു സെക്കൻഡ് ഹാഫ് ഫുള്ള് അതിനെ കുറിച്ചിട്ടാണ് പിന്നീട് ഡിസ്കഷൻ വരുന്നത്. അത് വളരെ എല്ലാവരുടെയും ലൈഫിൽ വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ്. പക്ഷെ അത് നമ്മൾ എല്ലാവരും നമുക്ക് അത്രയും ക്ലോസ് ആയിട്ട് നമുക്ക് ഓപ്പൺ അപ്പ് ആവാൻ സ്പേസ് ഉള്ള ഒരാളുടെ അടുത്ത് മാത്രം നമ്മൾ സംസാരിക്കുന്ന കുറച്ച് വിഷയങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഉള്ള വിഷയങ്ങൾ നമ്മൾ സംസാരിക്കാൻ പറ്റാത്ത ആളുകളുണ്ടാവും, അല്ലെങ്കിൽ അത്രയും അങ്ങനെ സംസാരിക്കാൻ ഒരു സൗഹൃദം ഇല്ലാത്ത ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു കാര്യം എനിക്ക് അടുപ്പമുള്ള ഒരാളോടെങ്കിലും ഷെയർ ചെയ്യാൻ എനിക്ക് പറ്റിയെങ്കിൽ കുറച്ചെങ്കിലും എനിക്കൊരു ഏതെങ്കിലും രീതിയിൽ ഒരു റിലീഫ് കിട്ടിയെങ്കിൽ നന്നായെന്ന് ചിലർക്ക് ചിന്തിക്കാം. അതല്ലാതെ ഈ പറഞ്ഞ പോലെ എൻ്റെ ക്യാരക്ടർ ഈ ഒരു കോൺവെർസേഷന് ശേഷം ഉണ്ടാകുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതിനുശേഷം ഈ ക്യാരക്ടർ ഒരു പോയിന്റ് ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ധന്യയെ പോലെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. നമുക്കൊക്കെയും അറിയുന്ന ആളുകൾ ചിലപ്പോൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇപ്പോൾ ഞാനൊരു സിനിമ കണ്ട് അതിൽ നിന്നൊരു ക്യാരക്ടർ ഇതിപ്പോ എന്നെ പോലെ ഉണ്ട് എന്ന് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ക്യാരക്ടർ ചിന്തിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഒരു പക്ഷേ ഞാൻ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കും. അപ്പൊ അതേപോലെ ഈ ഒരു സിനിമയിൽ തന്നെ എടുക്കുന്ന ഒരു തീരുമാനം ചിലർക്കെങ്കിലും ജീവിതത്തിൽ പകർത്താനായിട്ട് ഒരു പ്രചോദനമായേക്കാം എന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു ബാക്കിയുള്ളവർ എന്ത് പറയും, അല്ലെങ്കിൽ സൊസൈറ്റി എന്ത് പറയും, ആരും എൻ്റെ കൂടെ ഉണ്ടായില്ലെങ്കിലോ ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്താൽ എന്ന് വിചാരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ച് പേടിച്ച് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേർക്ക് തീർച്ചയായിട്ടും ഇതൊരു ഇൻസ്പിറേഷൻ തന്നെയായിരിക്കും ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇങ്ങനത്തെ കോൺവെർസേഷൻസ്. നോർമലി ശരിക്കും ട്രിഗർ ചെയ്തത് ഒരു രണ്ടുപേരുടെ ടോക്ക് ആയിരിക്കും. ഒരു ആൺ സുഹൃത്തിനോട് സംസാരിച്ചത് കൊണ്ടാണ് അത് ട്രിഗർ ചെയ്തെന്ന് വെക്കുക. ശരിക്കും പറഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് ഒരു ആൺ സുഹൃത്തിനോട് ഇങ്ങനത്തെ ടോക്കുകൾ പാടില്ല, അങ്ങനെ ഉണ്ടോ? തീർച്ചയായിട്ടും ഇല്ല, അങ്ങനെ പറയുന്നില്ലല്ലോ. അത് അജിത്തിന്റെ കാഴ്ചപ്പാടിൽ അത് തെറ്റായിരിക്കാം എന്നേ നമ്മൾ പറയുന്നുള്ളൂ. പക്ഷെ അതുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടി സുഹൃത്ത് ഉണ്ടാവാൻ പാടില്ല, വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് ഒരിക്കലും ഒരിടത്തും നമ്മൾ പറയുന്നില്ല. അങ്ങനെയൊന്നും ഇല്ല. അജിത്ത് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ട്രിഗർ ചെയ്തു, അത്രയേ ഉള്ളൂ. സത്യത്തിൽ സൊസൈറ്റിയിൽ അങ്ങനെ ഉണ്ടോ? സ്ത്രീകൾക്ക് അങ്ങനെ സുഹൃത്തുക്കൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ അങ്ങനെ നേരിടുന്ന ആണോ? അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? ഞാൻ നേരിടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഞാൻ നേരിടുന്നില്ല. എനിക്ക് എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള കുറെ ആൾക്കാർ എൻ്റെ മെയിൽ ഫ്രണ്ട്സ് ആണ്. മെയിൽ ഫ്രണ്ട്സും ഉണ്ട്, ഫീമെയിൽ ഫ്രണ്ട്സും ഉണ്ട്. ഐ തിങ്ക് കുറെ ഏരിയാസിൽ അത് മാറുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പൊ പറഞ്ഞ ഈ ടാബു അത് ഉണ്ട്, സൊസൈറ്റിയിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് നേരിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. രുചിമോളുടെ അഭിപ്രായത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ സ്ത്രീകൾ ആ മട്ടിൽ ഒരു പ്രതിസന്ധി ഉണ്ടോ? പുരുഷന്റെ അനുവാദത്തോടു കൂടി, ഒരു ഭർത്താവിന്റെ അനുവാദത്തോടു കൂടിയാണ് ഒരു മെയിൽ ഫ്രണ്ട് പറ്റും എന്ന് പറയുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടോ? കേരളം ഇത്രയും പുരോഗമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോന്നോ? അതായത് ഭർത്താവിന്റെ അനുവാദത്തോടു കൂടി ഒരു മെയിൽ ഫ്രണ്ട് അനുവാദം വേണ്ടി വരുന്നു എന്ന സാഹചര്യം കേരളത്തിലുണ്ടോ? അങ്ങനെയും ഉണ്ട്. ഇപ്പം ശ്രുതി പറഞ്ഞ പോലെ ഒരു പ്രശ്നം ഇല്ലാത്ത ആളുകളുണ്ട്. പറഞ്ഞ രണ്ട് സിറ്റുവേഷൻസും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്.